ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി ക്യൂട്ട് കണ്ണനെ വരക്കാം. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്കല്ലേ വരുന്നത്, അപ്പോൾ അതിനോട് അനുബന്ധിച്ച് നമുക്കുള്ള അടിപൊളി കണ്ണനെ വരയ്ക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് A3 ഷീറ്റാണ്. A3 സൈസ് വരുന്ന ഐവറി ചാർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആർട്ട്ലിൻ എന്ന പെൻസിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആർട്ട്ലിൻ്റെ 2B പെൻസിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ഔട്ട്ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഉണ്ണിക്കണ്ണൻ്റെ ഹെയറിലേക്ക് കിടക്കാം. മുടി ഭാഗം നമുക്ക് വരച്ചെടുക്കാം. ആദ്യമായിട്ട് ഞാൻ മുടിയുടെ ഭാഗങ്ങളൊക്കെ ഞാൻ അടിപൊളിയായിട്ട് വരച്ചെടുക്കുകയാണ്. നമ്മൾ റെഫറൻസ് പിക്ചർ നോക്കുക, അത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ വരച്ചെടുക്കുക. ഔട്ട്ലൈൻസൊക്കെ കറക്റ്റായിട്ട് നമ്മളിവിടെ വരച്ചെടുക്കുക. നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഹെയറിൽ നിൽക്കുന്ന ആ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് വരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പൂക്കളൊക്കെ തലയിൽ ചൂടിയിരിക്കുന്ന 2-3 ഫ്ലവേഴ്സ് നമ്മൾ വരയ്ക്കുന്നു. അടിപൊളിയായിട്ട് നമ്മളവിടെ വരച്ചെടുക്കുന്നു പെൻസിൽ വെച്ചിട്ട്. അധികം ഡാർക്ക്നെസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ചെയ്യുന്നത് വെച്ചാൽ കളർ പെൻസിൽ ഡ്രോയിങ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഔട്ട്ലൈൻസാണ് കാണിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഉണ്ട്. നല്ല കളർ പെൻസിലായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വരച്ചെടുക്കുന്ന ഒരു ട്യൂട്ടോറിയൽ ഉണ്ട്. നല്ല ഫൈനൽ റിസൾട്ട് വെച്ചാൽ അടിപൊളി ലുക്കാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കാണുക. ഞാനിവിടെ ഓരോ ഫ്ലവേഴ്സ് വരയ്ക്കുകയാണ്. ഉണ്ണിക്കണ്ണൻ്റെ തലയിൽ ചൂടി നിൽക്കുന്ന ഓരോരോ പൂക്കൾ നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളും വളരെ സാവധാനം വരച്ചെടുക്കുക, ശ്രദ്ധിച്ച് നോക്കുക, ഓരോ പോർഷൻസ് നോക്കുക, തെറ്റിപ്പോകാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വളരെ സാവധാനം, അധികം പ്രഷർ അപ്ലൈ ചെയ്യാതെ ലൈറ്റായിട്ട് വേണം നിങ്ങൾ ഔട്ട്ലൈൻസ് വരയ്ക്കാൻ. ഒരിക്കൽ അപ്ലൈ ചെയ്താൽ കൂടെ അത് നിങ്ങൾക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും റബ്ബർ എറേസർ അടുത്ത് തന്നെ വെക്കുക. അത് വെച്ചിട്ട് നമ്മൾ സാവധാനം നമ്മൾ വരച്ചെടുക്കുക. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ച് നോക്കുക. പിന്നെ നമുക്ക് ഉണ്ണിക്കണ്ണൻ്റെ മുകളിൽ തലയിൽ ചൂടി നിൽക്കുന്ന നമ്മൾ മയിൽപ്പീലി വരക്കാം. അപ്പോൾ മയിൽപ്പീലിയുടെ ഷേപ്പ്, ആ ഒരു ഷേപ്പ് നമ്മൾ വരച്ചെടുക്കുക. പിന്നെ ഉള്ളത്തെ 2-3 കളേഴ്സ് വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു റൗണ്ട് ഷേപ്പ് നമ്മളിവിടെ വരച്ചെടുക്കുന്നു. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻസ് കൊടുക്കുന്നു. ബാക്കി 3 ആ റൗണ്ടും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും വരയ്ക്കുക. ഇനി നമുക്ക് ഉണ്ണിക്കണ്ണൻ്റെ താഴ്ഭാഗത്തേക്ക് കിടക്കാം. തലയിൽ നിന്ന് കുറച്ച് ആ ഫേസിൻ്റെ ഒരു ഭാഗം നമുക്ക് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ ഹെയർ വരച്ചു. അതുപോലെ തന്നെ ആ മയിൽപ്പീലി നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിലേക്ക് കിടക്കാം. നമുക്ക് ഉണ്ണിക്കണ്ണൻ്റെ ആ ഉണ്ട ഫേസ് നമുക്ക് വരച്ചെടുക്കാം. ഫസ്റ്റായിട്ട് ഞാനിവിടെ ചെവി വരയ്ക്കുകയാണ്. ചെവി ജസ്റ്റ് ചെവിയുടെ ഔട്ട്ലൈൻസ് കൊടുക്കുന്നു. പിന്നെ ബാലൻസ് വരുന്ന ഹെയർ നമ്മൾ വരച്ചെടുക്കുന്നു. കറക്റ്റായിട്ട് നമ്മൾ ഹെയർ, തൂങ്ങി നിൽക്കുന്ന ഹെയറൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കുന്നു. ഉണ്ണിക്കണ്ണൻ്റെ റൈറ്റ് സൈഡിലുള്ള ചെവികളും അതുപോലെ തന്നെ മുടി താഴോട്ട് വരുന്ന ആ ഭാഗമൊക്കെ നമ്മൾ കറക്റ്റ് വരച്ചെടുക്കുന്നു. പിന്നെ ആ ചെവി നമ്മൾ കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കുന്നു. പിന്നെ ചെവിയിൽ കാതിലുണ്ടാവും. അപ്പോൾ ആ കാതിൽ നമ്മൾ വരച്ചെടുക്കുക. 2 ചെവിയിൽ ആ കാതിലും ഞാനിവിടെ 2B പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഔട്ട്ലൈൻസ് മാർക്ക് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇത്രയും വരച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് താഴ്ഭാഗത്തേക്ക് കിടക്കാം. നമുക്ക് സെൻട്രലായിട്ട് നമുക്ക് സെൻട്രൽ ലൈൻ കൊടുക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് 2 പോർഷൻസ് നമുക്ക് ഡിവൈഡ് ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഉണ്ണിക്കണ്ണൻ്റെ മുകളിൽ ചുട്ടിരിക്കുന്ന ചൊട്ട ഒന്ന് വരച്ചെടുക്കാം. 2 ഗോപിക്കുറിയും അതുപോലെ തന്നെ ചെറിയ ഡോട്ടും നമ്മളിവിടെ വരയ്ക്കുന്നു. അതുപോലെ തന്നെ മുകളിൽ ചെറിയൊരു വരയും നമ്മൾ വരച്ചെടുക്കുന്നു. ഓക്കെ, നമുക്ക് ഗോപിക്കുറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉണ്ണിക്കണ്ണൻ്റെ കണ്ണിലേക്ക് കിടക്കാം. കണ്ണിൻ്റെ പിരികാണ് ഞാനിവിടെ ഫസ്റ്റായിട്ട് എടുക്കുന്നത്. കണ്ണിൻ്റെ പിരിക നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആർച്ച് ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുക. പകുതി ആർച്ച് ഷേപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് വളരെ സാവധാനം വരച്ചെടുക്കുക. അപ്പോൾ ഒരു പിരികം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത കണ്ണിൻ്റെ പിരികം നമ്മൾ വരച്ചെടുക്കുക. സെയിം ആർച്ച് ഷേപ്പിൽ നമ്മളിവിടെ വരച്ചെടുക്കുക. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക, എത്ര ഗ്യാപ്പ് വേണം, മുടിയിൽ നിന്ന് പിരികത്തിലേക്ക് എത്ര ഗ്യാപ്പ് വേണം. അതുപോലെ തന്നെ പിരികത്തിൽ നിന്ന് 2 പിരികമുള്ള ഗ്യാപ്പും നിങ്ങൾ ശ്രദ്ധിക്കുക. അത്രയും ഗ്യാപ്പ് വെച്ചിട്ട് വരക്കുക. നമുക്ക് കണ്ണിലേക്ക് കിടക്കാം. കണ്ണിൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ കണ്ണ് നമുക്ക് അടിപൊളിയായിട്ട് വരക്കണം. ഇവിടെ നല്ല റൗണ്ട് ഷേപ്പുള്ള കണ്ണാണ്, നല്ല തിളക്കമുള്ളൊരു കണ്ണായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ റൗണ്ട് ഷേപ്പിൽ ഫുള്ളായിട്ട് നമ്മളിവിടെ വരച്ചെടുക്കുക. ആ കണ്ണിൻ്റെ മുകളിലെ ഫോൾഡിങ്സ് ഞാനിവിടെ വരച്ചിട്ടുണ്ട് മുകളിലേക്ക്. പിന്നെ ആ ഉണ്ട ഷേപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. 2 ആർച്ച് ഷേപ്പും നമുക്ക് ജോയിൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ കണ്ണ് നമുക്ക് വരച്ചെടുക്കാം. ആർച്ച് ഷേപ്പിൽ കറക്റ്റായിട്ട് 2 ആർച്ച് വരയ്ക്കുക. അത് 2ഉം ജോയിൻ്റ് ആവും, ശ്രദ്ധിച്ച് വരയ്ക്കുക. ഓക്കെ, അത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 കണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ ഉള്ളത്തെ കൃഷ്ണമണി വരക്കാം. കൃഷ്ണമണി നമ്മൾക്ക് റൗണ്ട് ഷേപ്പിൽ ഫുള്ളായിട്ട് നമുക്കിവിടെ
അടിപൊളിയായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ റൗണ്ട് ഷേപ്പ് ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻസ് കൊടുക്കുന്നു. അപ്പോൾ 2 കണ്ണ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. 2 കണ്ണ് നല്ല റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുക. അപ്പോൾ 2 കണ്ണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി കണ്ണിൻ്റെ ഉള്ളിലത്തെ ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ താഴ്ഭാഗത്തുള്ള ആ ജസ്റ്റ് ഒരു ഫോൾഡിങ് ടൈപ്പുള്ള ആ ഒരു ഏരിയ നമ്മൾ ഇവിടെ വരച്ചെടുക്കുന്നു. ഓക്കെ, പിന്നെ കണ്ണിൻ്റെ ഉള്ളിലത്തെ കൃഷ്ണമണിയുടെ ആ ജസ്റ്റ് ആ കറുത്ത ഭാഗം നമ്മളിവിടെ റൗണ്ട് ഷേപ്പായിട്ട് കൊടുക്കുന്നു. ഓക്കെ, അത് രണ്ടും നമുക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ണ് വരെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂക്കിൽ കിടക്കാം. 2 പിരികത്തിൻ്റെയും ഒരു ആർച്ച് ഷേപ്പിൽ നമുക്ക് വളച്ചിട്ട് 2 സെൻറ്റർ ലൈനിൽ മുട്ടുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാം. പിന്നെ അവിടെ നിന്ന് കണ്ണിൽ നിന്ന് കുറച്ച് താഴോട്ടായിട്ട് നമുക്കിവിടെ മൂക്ക് വരക്കാം. ചെറിയ അധികം വലിപ്പം കൂട്ടാതെ ചെറിയ ഒരു മൂക്ക് വേണം വരക്കാൻ. ഇവിടെ കുട്ടികളുടെ മൂക്കാകുമ്പോൾ ചെറിയായിട്ടുള്ള മൂക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചെറിയൊരു മൂക്ക് വളരെ അടിപൊളിയായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മൂക്കും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് വരുന്ന ഉണ്ണിക്കണ്ണൻ്റെ നല്ലൊരു ക്യൂട്ട് നമുക്ക് ചുണ്ട് ലിപ്പ് വരക്കാം. ചെറിയൊരു ലിപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക. ചെറിയ ലിപ്പ് അടിപൊളിയായിട്ട് ഇവിടെ വരച്ചെടുക്കുക. ചെറിയ ലിപ്പ് ശ്രദ്ധിച്ച് നോക്കുക. ആ ഒരു താഴ്ഭാഗം കുറച്ച് റൗണ്ട് ആർച്ച് ഷേപ്പിലേക്കും മുകളിലേക്ക് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സ്മൈലി ഫേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റായിട്ടൊരു സ്മൈൽ വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആർച്ച് മുകളിലേക്ക് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ആ സ്മൈലി ഫേസ് കിട്ടുക. അപ്പോൾ നമുക്ക് ലിപ്പ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫേസിൻ്റെ താഴ്ഭാഗത്തെ താടി ഭാഗം നമുക്ക് വരക്കാം. ആ താടി ജസ്റ്റ് വരച്ചു. പിന്നെ അതുപോലെ തന്നെ ആ ഉണ്ട ഷേപ്പ് നമുക്ക് ചെവിയിൽ നിന്ന് നമുക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നമുക്കിവിടെ വരക്കാം. അപ്പോൾ അതിന് മുപ്പട്ടെ നമുക്കിവിടെ കാതിൽ കുറച്ച് വരച്ചെടുക്കാം. കാതിൽ ഞാൻ ഇവിടെ ഡിസൈൻസ് കുറച്ച് കൊടുക്കുകയാണ്. കാതിൻ്റെ ഉൾഭാഗത്തെ ഒരു റൗണ്ട് ഷേപ്പൊക്കെ ഞാൻ ഇവിടെ വരക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാതിൽ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ആ ബേസിക് നമുക്ക് ഷേപ്പ് കൊണ്ടുവരാം. ഉണ്ണിക്കണ്ണൻ്റെ ആ ഉണ്ട ഷേപ്പ് നമുക്ക് ഇവിടെ കൊണ്ടുവരാം. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആ ഷേപ്പ് നമുക്ക് കൊണ്ടുവന്നു, ഉണ്ടയുള്ള ആ ഷേപ്പ്. പിന്നെ നമുക്ക് ഇപ്പോഴും റൈറ്റ് സൈഡിൽ നമുക്ക് ഉണ്ടയുള്ള ആ ഫേസ് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് 2 സൈഡ് നമുക്ക് വരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിക്കണ്ണൻ്റെ കാതിൽ വരച്ചെടുക്കാം. അടുത്ത സൈഡിലെ കാതിൽ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്കെയിൽ വെച്ചിട്ട് ഞാനിവിടെ ലൈൻ കൊടുക്കുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഓടക്കോയിൽ വരക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓടക്കോയിൽ വരക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കുക. ശ്രദ്ധിച്ച് വരക്കുക. നമ്മൾ താടി ടച്ചായിട്ടാണ് ഞാനിവിടെ വരക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളും വരക്കുക. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ടുള്ള ഓടക്കോയിൽ ഷേപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കാതിൽ ഞാനിവിടെ വരയ്ക്കുകയാണ്. ബാലൻസ് ലെഫ്റ്റ് സൈഡിലെ കാതിലും ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ 2 കാതിലും നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന ഹെയർ നമുക്ക് വരച്ചെടുക്കുക. ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ഹെയർ നമ്മളിവിടെ അടിപൊളിയായിട്ട് വരച്ചെടുക്കുന്നു. ജസ്റ്റ് ഔട്ട്ലൈൻസ് കൊടുക്കുക. ബാക്കി നമുക്ക് കളർ പെൻസിൽ നമുക്കിത് അടിപൊളിയായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഹെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെയർ നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഓടക്കോയിലിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാം. അവിടെ കുറച്ച് കെട്ടിയിരിക്കുന്ന ആ കയറുകൾ, അതുപോലെ തന്നെ ഓടക്കലിൻ്റെ ഒട്ടയൊക്കെ നമ്മളിവിടെ വരച്ചെടുക്കുന്നു കറക്റ്റായിട്ട്. പിന്നെ പിടിച്ചിരിക്കുന്ന കൈകൾ വരക്കാം, കൈവിരൽ വരക്കാം. ഉണ്ണിക്കണ്ണരെ നല്ല അടിപൊളിയുള്ള ചെറിയ ചെറിയ കൈവിരലുകൾ നമുക്ക് ഓടക്കോയിൽ പിടിക്കുന്ന ആ ഒരു ലെവലിൽ നമുക്കിവിടെ വരച്ചെടുക്കാം. ശ്രദ്ധിച്ച് വരയ്ക്കുക. 1 2 3 4 വിരൽ മാത്രമേ ഇവിടെ കാണുള്ളൂ. ബാക്കിയുള്ള ഒരു വിരൽ താഴെയായിരിക്കും. താഴെ ഒരു ഫോൾഡിങ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൈ നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇന്ന് കൈയിലെ വളകൾ വരക്കാം. അപ്പോൾ ഉണ്ണിക്കണ്ണൻ ഇട്ടിരിക്കുന്ന നമുക്ക് അടിപൊളിയുള്ള വള ഞാനിവിടെ വരക്കുന്നു. അടിപൊളിയായിട്ട് വളയും ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇനി കൈ ആ ഫോൾഡിങ് ഉള്ള ആ കൈ ഒന്ന് വരച്ചെടുക്കാം. വളരെ സാവധാനം നമുക്ക് ആ കൈയുടെ ജോയിൻ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ആ കൈയുടെ ഷേപ്പ് നമ്മളിവിടെ കൊണ്ടുവരികയാണ്. പിന്നെ ആ ചെറിയൊരു കഴുത്തിൻ്റെ ഭാഗം, കഴുത്തും അതുപോലെ തന്നെ ആ കൈ ഫോൾഡിങ് ആയിട്ടുള്ള ആ ഭാഗം നമുക്കിവിടെ കാണിക്കാം. ഓക്കെ, നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. നമുക്ക് കയ്യിൽ കെട്ടിയിരിക്കുന്ന ആ പട്ടി നമുക്കിവിടെ വരച്ചെടുക്കാം. ഉണ്ണിക്കണ്ണൻ്റെ അതും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്കി ജസ്റ്റ് ഒന്ന് ഞാൻ ഡാർക്ക് ചെയ്തു പെൻസിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഏരിയാസ് ക്ലിയറാണ്. ഇനി നമുക്ക് ഓടക്കോയിലിൻ്റെ ഡീറ്റെയിൽസ് വരച്ചെടുക്കാം. ഓടക്കോയിലിൻ്റെ ഏതാണ് അടുത്ത കൈ പിടിക്കുന്നത് നമുക്കിവിടെ വരക്കേണ്ടതുണ്ട്. അടുത്ത 2ാമത്തെ കൈ ഇവിടെ വരയ്ക്കുകയാണ്. 2ാമത്തെ ഒരു വിരൽ താഴെ ഉണ്ടാവും. പിന്നെ മുകളിലത്തെ ഒരു വിരൽ ഫോൾഡിങ്, അതുപോലെ തന്നെ 2ാമത്തെ വിരലും ഫോൾഡിങ്,
നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഒരു ഓടക്കുഴൽ പിടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ചിട്ട് അടുത്ത വിരൽ കുറച്ച് പൊങ്ങിയിട്ട് അടുത്ത വിരൽ പൊങ്ങിയിട്ട് അപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ടോട്ടൽ 5 വിരൽ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് കൈ ഇങ്ങനെ താഴത്തേക്ക് വരക്കാം. താഴത്തേക്ക് വരച്ചിട്ടുണ്ട്. ഉള്ളം കൈയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വളയം ഒന്ന് വരച്ചെടുക്കാം. ഉണ്ണിക്കണ്ണൻ്റെ ആ വളയും നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, അതും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കൈ എങ്ങനെയാണോ വെക്കുന്നത് ആ ഒരു ആംഗിളും നമുക്കിവിടെ വരച്ചെടുക്കുന്നുണ്ട്. ആ കൈ ഇങ്ങനെ പിടിക്കുന്ന ഒരു ആംഗിൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഒരു കൈ ഫോൾഡിങ് ആയിരിക്കും. ഓക്കെ, അതും നമുക്ക് ഇപ്പം റെഡി ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇവിടുത്തെ കയ്യിൽ കെട്ടിയിരിക്കുന്ന പട്ടി നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് വരച്ചെടുക്കാം. ആ പട്ടി നമുക്കിവിടെ അടിപൊളിയായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഓടൊക്കെയിൽ കെട്ടിയിരിക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ഡെക്കറേഷൻ ഐറ്റംസും നമുക്ക് റെഡി ആയിട്ടൊക്കെ എടുക്കാം. ഇനി നമുക്ക് ഓടക്കുഴയിലെ ഓരോരോ ഒട്ടകൾ നമുക്ക് വരച്ചെടുക്കാം. എല്ലാ ഒട്ടകളും കറക്റ്റായിട്ട് കൈക്കും ആ വിരലിനൊക്കെ കറക്റ്റായിട്ട് നമുക്കിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓടക്കുഴയിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിക്കണ്ണന് അണിഞ്ഞിരിക്കുന്ന മാലകൾ നമുക്ക് വരക്കാം. അടിപൊളിയായിട്ടുള്ള മാലകൾ നമ്മൾ കറക്റ്റായിട്ട് ജസ്റ്റ് 2 ലൈൻസ് കൊടുക്കുന്നു ആർച്ചായിട്ട്. പിന്നെ നമുക്ക് അവിടുത്തെ തൂങ്ങിക്കിടക്കുന്ന ആ മുത്തുമണികൾ നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, അത് വളരെ സാവധാനം റൗണ്ടായിട്ട് നമ്മളിവിടെ അടുത്തടുത്തായിട്ട് വരച്ചെടുക്കുന്നു. അപ്പം മാലയും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു മാല നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു മാലയും കൂടെ വരക്കണം. പിന്നെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ആ ഒരു പട്ടിക്ക് കുറച്ചും കൂടി നമുക്ക് ഡെക്കറേഷൻസ് കൊടുക്കാം. കുറച്ച് മുത്തുമണികൾ കുറച്ചും കൂടി ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലുള്ള ആ മുത്തുമണികളും നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് വരച്ചെടുക്കാം. അപ്പം മാല നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തായിട്ട് എന്താ വരക്കാം, കൈയുടെ ഭാഗം ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കടിയിൽ നിന്ന് കുറച്ച് ക്ലോത്ത് ഐറ്റംസ് താഴത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗം, അപ്പോൾ വയറിൻ്റെ ഭാഗം ഞാനിവിടെ വരച്ചെടുത്തു. പിന്നെ ഉണ്ണിക്കണ്ണൻ്റെ ബാക്ക് സൈഡ് വളഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗം, വയറിൻ്റെ ആ ഒരു ഭാഗംസും നമ്മളിവിടെ കറക്റ്റായിട്ട് വരച്ചെടുത്തു. ഇനി ആ ക്ലോത്ത് നമുക്ക് ഉണ്ണിക്കണ്ണൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന ക്ലോത്ത് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. തുണി നമുക്കിങ്ങനെ വരച്ചെടുക്കാം. പിന്നെ ഫോൾഡിങ്സിലായിട്ട് ഇരിക്കുന്ന ഉണ്ണിക്കണ്ണനാണ്. അപ്പോൾ കാലുകൾ വരക്കാം. കാലുകൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടത്തെ കാലത്ത് ഇടുന്ന ആ ഒരു ഡ്രസ്സ് കോസ്റ്റ്യൂംസ് അതും വരച്ചിട്ട് ഞാനിവിടെ ആ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്ക് കാൽവിരൽ വരക്കാം. ചെറിയ ചെറിയ കാൽവിരൽ ശ്രദ്ധിച്ച് നോക്കുക. കുട്ടികളുടെ കാലുകൾ വളരെ ചെറുതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ കാലുകളും വരച്ചിട്ടുണ്ട്. ഈ ശ്രദ്ധിച്ച് നോക്കുക. വയറിന് താഴെയുള്ള ആ പട്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് വരക്കാം. അരപ്പട്ട ടൈപ്പ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ കോസ്റ്റ്യൂംസൊക്കെ ഉള്ള ഗോൾഡൻ ടൈപ്പുള്ള ഒരു സാധനമാണ്. അതും നമ്മൾ വരയ്ക്കുന്നുണ്ട്. പിന്നെ ആ അടുത്ത കാലുകളും ആ ഫോൾഡിങ്സ് സ്റ്റൈലിൽ വെച്ചിരിക്കുന്ന ആ കാലും ഞാനിവിടെ വരയ്ക്കുകയാണ്. ക്ലോത്ത് വെച്ചിട്ടുള്ള ആ കാലുകളും നമ്മളിവിടെ അടിപൊളിയായിട്ട് വരയ്ക്കുന്നുണ്ട്. ആ കാലിൻ്റെ വിരലുകൾ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ഈ ബാക്ക് സൈഡിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആയിരിക്കും. അപ്പോൾ ഈ കാലിൽ വെച്ചാൽ നമുക്കിവിടെ ബാക്ക് സൈഡ് വ്യൂ ആയിരിക്കും കിട്ടുക. ശ്രദ്ധിച്ച് നോക്കുക. ഞാനിവിടെ ഓരോ വിരൽ വരച്ചെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ അത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോത്ത് വരച്ചെടുക്കാം. ഇരിക്കുന്ന ക്ലോത്ത് ഓക്കെ, അതും നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് നീട്ടിയിരിക്കുന്ന ആ ബാലൻസ് ക്ലോത്ത് ഒന്ന് വരച്ചെടുക്കാം. ബാലൻസ് ക്ലോത്തിൻ്റെ ഫോൾഡിങ്സൊക്കെ നമ്മളിവിടെ വരച്ചെടുക്കുക. അപ്പോൾ അതും വളരെ സാവധാനം വരച്ചെടുക്കാം. ഓക്കെ, അത് നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കരകളൊക്കെ നമ്മളിവിടെ വരച്ചെടുക്കുക. പിന്നെ അടുത്ത ക്ലോത്തിൻ്റെ ഏരിയാസും നമ്മളിവിടെ കറക്റ്റായിട്ട് ഒന്ന് ജസ്റ്റ് വരച്ചെടുക്കുക. ഫോൾഡിങ്സ് അതുപോലെ തന്നെ ഫോൾഡിങ്സ് കാട്ടിയിട്ട് മുകളിലോട്ടും താഴോട്ടും ഉയർത്തിയിട്ട് കാണിക്കുക. ഓക്കെ, അത് നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അവിടെ ക്ലോത്തിൻ്റെ ആ കരകളും നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ണിക്കണ്ണൻ ഏകദേശം നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡാർക്ക് ചെയ്തെടുക്കാം. പെൻസിൽസ് വെച്ചിട്ട് നമുക്കിവിടെ 8B പെൻസിൽ വെച്ചിട്ട് ഒന്നുകൂടി നമുക്ക് ഇവിടെ അടിപൊളിയായിട്ടൊന്ന് ഡാർക്ക് ചെയ്തെടുക്കാം. എല്ലാ ഏരിയാസും നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. മുടിയുടെ ഭാഗം അതുപോലെ തന്നെ എല്ലാ ഏരിയാസും നമ്മളൊന്ന് കറക്റ്റായിട്ട് ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉണ്ണിക്കണ്ണൻ്റെ ഓരോരോ ഏരിയാസും ഞാനിവിടെ ഡാർക്ക് ചെയ്യുകയാണ്. നമ്മളിവിടെ 8B പെൻസിൽ വെച്ചിട്ട് ഡാർക്ക് ചെയ്തെടുക്കുകയാണ്. എല്ലാ ഏരിയാസും നമ്മൾ ഒന്നുകൂടി നമുക്ക് നമ്മളെ പെൻസിൽ ഔട്ട്ലൈൻസ് ഒന്നുകൂടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മളിവിടെ ഔട്ട്ലൈൻസ് ഒന്നുകൂടി ഡാർക്ക് ചെയ്തിട്ട് എടുക്കുക. നല്ലൊരു ലുക്കായിരിക്കും നമുക്ക് കിട്ടുക. എന്ന് വെച്ചാൽ അപ്പോൾ സ്കെച്ച് നമുക്ക് ഏകദേശം നമുക്ക് ക്ലോത്തൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. കാലുകളും അതുപോലെ തന്നെ വിരലുകൾ അതുപോലെ തന്നെ ക്ലോത്തുകൾ ഏതൊക്കെയാണോ എല്ലാ ഏരിയാസും നമുക്കിവിടെ ഡാർക്ക് ചെയ്തെടുക്കാം. നമുക്കിവിടെ മുകളിലത്തെ ഭാഗം അതുപോലെ തന്നെ എല്ലാം നമുക്കിവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യാം. നമുക്കിവിടെ നമ്മളെ ഉണ്ണിക്കണ്ണൻ്റെ പശുക്കുട്ടിയെ നമുക്ക് വരക്കാം ഇനി അടുത്തായിട്ട്. അപ്പോൾ പശുക്കുട്ടിയെ വരക്കുന്നത് പശുക്കുട്ടിയുടെ ഫസ്റ്റായിട്ട് ഞാനിവിടെ ഫേസിൻ്റെ ആ ഒരു ഭാഗമാണ് വരക്കുന്നത്. മൂക്കിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ വരച്ചെടുക്കുക. മൂക്ക് അടിപൊളിയായിട്ട് വരക്കുക. അതുപോലെ തന്നെ മൂക്കിനും പിന്നെ ആ വായുടെ ഷേപ്പ്, ആ റൗണ്ട് ഷേപ്പും അതുപോലെ തന്നെ താഴത്തുള്ള ഭാഗം അതൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. പിന്നെ പൂവാലി പശുവാണ് ഇവിടെ വരക്കുന്നത്. ജസ്റ്റ് കണ്ണ് വരക്കുക. വൺ സൈഡ് ഒരു കണ്ണ് വരച്ചു. പിന്നെ അടുത്ത കണ്ണ് നമ്മൾ വരക്കേണ്ടതുണ്ട്. അപ്പോൾ ആ അടുത്ത കണ്ണ് നമ്മളിവിടെ കറക്റ്റായിട്ട് ജസ്റ്റ് വരച്ചെടുക്കുക. അപ്പോൾ കണ്ണുകളും നമ്മളിവിടെ ഔട്ട്ലൈൻസിൽ കാണിച്ചെടുക്കുക. അടിപൊളിയായിട്ട് ഉണ്ട കണ്ണ് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃഷ്ണന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു അത്രയും നമുക്ക് ഇവിടെ പശുക്കുട്ടിയും നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പശുക്കുട്ടിയെ നമുക്ക് അടിപൊളി ലുക്കിൽ കൊണ്ടുവരേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ആ ക്യൂട്ട്നെസ് ഒരിക്കലും കുറക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് പശുക്കുട്ടിയെ ആ കൊമ്പ്, ചെറിയ കൊമ്പ് വരയ്ക്കുക, 2 ചെറിയ കൊമ്പുകൾ. അപ്പോൾ ആ കൊമ്പും നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ഡെക്കറേഷൻസ് ഒരു കെട്ടിയിട്ടുള്ള ഒരു സ്വർണത്തിൻ്റെ ഒരു ക്ലോത്ത് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെവി നല്ല ഷേപ്പിൽ കൊണ്ടുവരിക. ആ ചെവി നമുക്കിവിടെ ഷേപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് പശുക്കുട്ടി കിടക്കുന്ന ഈ ബാക്ക് സൈഡിൽ കിടക്കുന്ന ഒരു പിക്ചറാണ് വരക്കുന്നത്. പിന്നെ പശുക്കുട്ടിയുടെ കഴുത്തിൽ തൂങ്ങി നിൽക്കുന്ന ഒരു മണി വരയ്ക്കുക. ഓക്കെ, അത് നമ്മൾ അടിപൊളിയായിട്ട് വരക്കുന്നുണ്ട്. അപ്പോൾ മണി നമുക്ക് ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇരിക്കുന്ന ആ പൊസിഷനാണ് വരക്കേണ്ടത്. ആ കാല് ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു പിക്ചറായിരിക്കും. ഓക്കെ, ഒന്നാമത്തെ കാല് വരച്ചു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കാല് വരക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത കാലം ഫോൾഡ് ചെയ്തിട്ട് വരച്ചിട്ടു. അപ്പോൾ ഓക്കെ, നമുക്ക് ഇപ്പോൾ ഏകദേശം നല്ല ഒരു ലുക്കാണ് ഉള്ളത്. ഇനി ബാക്ക് ഭാഗം കുറച്ച് കാണിക്കുന്നതിൽ കാണിക്കാം. ആ ഒരു ഷേപ്പ് കൂടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പശുക്കുട്ടിയുടെ ബാക്കിലിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.